ടെലിഗ്രാം ഇന്ത്യയിൽ ബാനാകുമോ? ഈ ഒരു ചോദ്യമാണ് പലരും ചോദിക്കാറുള്ളത് ഈയിടെയായിട്ടല്ലേ. ടെലിഗ്രാം ബാനാകുമോ എന്നുള്ളതല്ലേ. സോ ടെലിഗ്രാം എന്ന് പറയുന്നത് ഒരു റഷ്യൻ ആപ്ലിക്കേഷനാണ്. അത് ഉണ്ടാക്കിയത് പാവൽ ദുരോവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, പാവൽ ദുരോവ്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 24 അദ്ദേഹത്തിനെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്തത്. സോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. അപ്പോൾ UN ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്ന്. പുള്ളി പിടിച്ചതല്ല, പുള്ളിക്കാരൻ ആപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ, പുള്ളിക്കാരൻ ആപ്പ് ചെയ്യുന്ന കുറേ മോശ പ്രവൃത്തികൾ. സോ ടെലഗ്രാം നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ്, എസ്പെഷ്യലി മൂവി പൈറസിയാണ്. അതായത് ഇല്ലീഗലായിട്ട് സിനിമ എടുക്കുക, ഇല്ലീഗലായിട്ട് സീരീസ് എടുക്കുക, ഇല്ലീഗലായിട്ട് ബുക്സ് എടുക്കുക, കോഴ്സ് എടുക്കുക, അതാണ്. പിന്നെ കുറേ ഡ്രഗ് ഡീലിങ്ങും കാര്യങ്ങളും, പിന്നെ കുറേ പോണോഗ്രഫിയും, പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും ഏറ്റവും മോശമായിട്ടുള്ളതുമായിട്ടുള്ള കുട്ടികളുടെ ദൃശ്യങ്ങൾ റിലീസാവുന്ന ചാനൽസൊക്കെ ഇതിലുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും മൊത്തത്തിലൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്നുള്ളത്. സോ ടെലിഗ്രാമിന് ഫാൻസ് കൂടുതലാണ് നാട്ടിൽ. ഫാൻസ് കൂടാൻ മെയിൻ കാരണം അതായത് സിനിമ പൈറസിയാണ്. സോ സിനിമ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പൈറസി സപ്പോർട്ട് ചെയ്യുന്നില്ല, എങ്കിലും സിനിമ കാണാൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരതിൽ സപ്പോർട്ട് ചെയ്യും ഇപ്പോഴും ആപ്പിനെ. അപ്പോൾ അതിൽ സിനിമ കാണുന്ന ഒഴിച്ച് നടക്കുന്ന ബാക്കി എന്ത് കാര്യവും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. സോ നിങ്ങളതിൽ ഇപ്പോൾ എത്ര കുട്ടികളുടെ ചൈൽഡ് പോണോഗ്രഫി റിലീസ് ആവുന്ന സിറ്റുവേഷൻ എടുത്ത് കാണിച്ചാലും അവർ കൺസേൺ അല്ല, കാരണം അവർക്ക് അവിടെ സിനിമ കണ്ടാൽ മതി ഇതിലൊക്കെ. സോ അവർ ജീവിതകാലം മുഴുവൻ ആപ്പിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊരു കുഴപ്പം തന്നെയാണ് ഇതിൻ്റെ ഒരു ബാനിൽ. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാൻ, ഓക്കെ, ഇതിൻ്റെ എങ്ങനെ ഇത് ബാനാകാൻ പോകുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ ബാനാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ബാൻ ആകുവാണെങ്കിൽ ഗുണങ്ങളാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദോഷം എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റ് പ്ലാറ്റ്ഫോം നഷ്ടപ്പെടും. ഒരുപാട് ഗ്രൂപ്പ്സും കമ്മ്യൂണിറ്റീസും, അതിൽ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല എന്താ പറയുക, പാട്ട് പാടുന്നവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു സൈഡിൽ നഷ്ടപ്പെടാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവി പൈറസി പോകും. സോ അതൊരു പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാനത് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കണം എന്നല്ല, അല്ല, തെറ്റായിട്ടുള്ള കാര്യം നമ്മൾ തെറ്റായിട്ട് തന്നെ അവതരിപ്പിക്കണം. സോ ഇല്ലീഗലാണ്. സോ അതൊരു എന്താ പറയുക, അതൊരു നല്ല കാര്യം ആണ്. ഇത് ഈ ടെലിഗ്രാം ബാൻ ആകുമ്പോൾ ഈ മൂവി പൈറസി പോകുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ പൈറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കും. ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യത്തിലും നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയുവാണ്, ഒരുപാട് പേര് കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്ന കാര്യമൊക്കെ പൈറേറ്റ് ചെയ്യാമെന്നൊരു ധാരണയിലുണ്ട്. സോ അത് ഞാനിനിയിപ്പോൾ അത് ഇടപെട്ട് ആരും ഞാൻ ദേഷ്യപ്പെടുത്തുന്നില്ല. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോഴത്തേക്കും അവരുടെ കണ്ടൻറ്റ് നമ്മൾ പൈറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അതൊക്കെ കാണാൻ ശ്രമിക്കുന്നതും കുറച്ച് മോശം കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ബാനിനെ. രണ്ടാമത്തെ കാര്യം ഈ ചൈൽഡ് പോണോഗ്രഫിയാണ്. അത് ബാൻ ചെയ്ത് അത് ഇല്ലാതാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാമിൻ്റെ ബാനിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ മറ്റേ സബ്സ്റ്റൻസ് ഡീലിങ്, അതായത് ഡ്രഗ്സ് ഡീലിങ് കാര്യങ്ങളും അതും ഇല്ലാതാവുമെങ്കിൽ ആ ബാനിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, മറ്റേ കാർഡ്സ് തെഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്, ഈ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കൗണ്ട്സ് കാര്യങ്ങൾ ഹാക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ, സോ അതും പോകിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ചാറ്റ് ഫീച്ചർ നഷ്ടപ്പെടും, നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് ഫീച്ചർ നഷ്ടപ്പെടും, ഒരു ചാനൽ ഫീച്ചർ നഷ്ടപ്പെടും, അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് നഷ്ടപ്പെടും, പിന്നെ കുറേ ബോട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെടും. സോ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിതിനെ കാണുന്നത്. ഇനിയിപ്പോൾ ടെലിഗ്രാമിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡാർക്കാണ്. ഓക്കെ, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡ് വരെ ഫുൾ ഡാർക്കാണിത്. അപ്പോൾ ഈ ഒരു ഡാർക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അതിലൊരു കാര്യം മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, സിനിമ. ഓക്കെ, സിനിമ സീരീസ് മാത്രം മതി അവർക്ക്. പക്ഷേ അതിലുള്ള മറ്റ് ഒരുപാട് ഡാർക്ക് കാര്യങ്ങൾ അവർ കൺസേൺഡ് അല്ല. ഓക്കെ, അവർ കൺസേൺഡ് ആകത്തുമില്ല. കാരണം അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ സിനിമ ഫ്രീ ആയിട്ട് കാണാൻ പറ്റണം, സിനിമ കാണാൻ പറ്റണം എന്നുള്ള കൺസെപ്റ്റാണ് കാണുന്നത്. ഇപ്പോൾ കമൻറ്റുകളിൽ ഞാൻ കണ്ടു ഒരുപാട് പേര് പൈറസിക്കെതിരായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേര് അവരെ വിളിക്കുന്നത് പണക്കാരനെന്നും കാശിന് കിടപ്പുള്ളതെന്നൊക്കെയാണ് വിളിച്ച് കളിയാക്കുന്നത്. പക്ഷേ അവർ പറയുന്നതിൽ എന്താണ് തെറ്റല്ലേ? ഒരു പ്രോഡക്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് അഫോർഡ് ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ നമ്മളത് പൈസ കൊടുത്ത് വാങ്ങുക തന്നെയാണ്. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളൊന്ന് സങ്കല്പിക്കുക, ഒരു സാധാരണ ചെറുക്കൻ അവൻ്റെ കഴിവും അവൻ്റെ സമയവും കളഞ്ഞ് ഒരു ഗെയിം ഉണ്ടാക്കി, ചെറിയൊരു ഗെയിം, വലിയ കമ്പനിയൊന്നുമല്ല അവൻ ഒറ്റയ്ക്കാണ് ആർട്ട് ചെയ്തത്, ഒറ്റയ്ക്ക് അവൻ കോഡ് ചെയ്തു, ഒറ്റയ്ക്ക് അവൻ സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഒറ്റയ്ക്ക് അവൻ ഗെയിം ഉണ്ടാക്കി, മോൺസ്റ്റർ. ഓക്കെ, ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവനാണ്. അപ്പോൾ അവൻ ഉണ്ടാക്കിയ ഗെയിം അവനൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അവൻ ഗെയിം ഹോസ്റ്റിംഗ് സ്ഥലത്തിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഗെയിം നമുക്ക് കയറ്റാം. അപ്പോൾ അവനൊരു പ്രൈസ് ഇട്ടു, ആ ഗെയിം കയറ്റാൻ ഒരു 50 രൂപ കൊടുക്കണം. ഓക്കെ, ഒരു 50 അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പം ആ ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹമായിട്ടുള്ള ഒരു ചെറിയ ഗെയിം കയറ്റാനായിട്ട് നമ്മൾ ആ 100 രൂപ കൊടുക്കാതെ അത് ഇല്ലീഗലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അവന് നഷ്ടമാണ്, തീരാ നഷ്ടമാണ് സംഭവിക്കുന്നത് അവനവിടെ.
കാരണം അവനത് വലിയ കമ്പനിയോ കോർപ്പറേറ്റ് ബിസിനസ്മാനോ അല്ല. അവൻ അവൻ്റെ സമയവും കഴിവും ചിലവഴിച്ചുണ്ടാക്കിയ ഒരു ചെറിയ പ്രൊഡക്റ്റ് നമുക്ക് 100 രൂപ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യത്വം അല്ലെങ്കിൽ എന്ത് മനുഷ്യനാണെന്നാണ് ഞാൻ ചോദിക്കുക. പിന്നെ കോർപ്പറേറ്റ് കമ്പനികളെ കൊള്ളയടിക്കുന്നത് നല്ല കാര്യമാണെന്ന് എല്ലാവരും വിശ്വസിച്ച് പോയി. ഞാൻ ഇതിന് എതിര് നിൽക്കുന്നില്ല, കാരണം വിശ്വസിച്ച് പോയതിന് നമ്മൾ എതിര് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുരിശെ കറ്റും. സോ കോർപ്പറേറ്റ് കമ്പനികളുടെ സിനിമ മോഷ്ടിക്കുക, പാട്ട് മോഷ്ടിക്കുക, ബുക്ക് മോഷ്ടിക്കുക ഒക്കെ നല്ലൊരു കാര്യമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ഈ റോബിൻഹുഡ് സെറ്റപ്പാണല്ലോ ആ കാര്യത്തിൽ. സോ അത് ഞാനൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞ് എന്നെ പൊങ്കാലിടും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകാർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എഴുത്തുകാർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമാക്കാരുടെയൊക്കെ സിനിമകളും പാട്ടും ഗെയിമും അല്ലാതൊക്കെ ഒന്ന് മാക്സിമം പണം കൊടുത്ത് തന്നെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൺസ്യൂം ചെയ്ത് ജീവിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങളൊരു കട തുടങ്ങി, ഒരു ചെറിയ കട തുടങ്ങി. അപ്പോൾ നിങ്ങളവിടെ പച്ചക്കറി വിൽക്കുവാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി നിങ്ങൾ കാണാതെ ഒരു 5-6 തക്കാളിയും കുറച്ച് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് ഓടി. എന്ത് ചെയ്യും? നാട്ടുകാരെ വിളിച്ചു കൂട്ടി നിങ്ങൾ അവനെ പിടിക്കും, തല്ലും, ഇടിച്ച് കൂട്ടും, അവൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിക്കും, അതിനുള്ള എക്സ്ട്രാ കാശ് മേടിക്കും. ഓക്കെ, അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അവൻ പറയും, ചേട്ടാ ഞാൻ വിശപ്പ് കൊണ്ട് ചെയ്തതാണ്, ഗതികൾ കൊണ്ട് ചെയ്തതാണെന്നും എനിക്ക് പണമില്ല, ഞാൻ പാവപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറയും. അതൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചോദിക്കും, അതൊന്ന് ചോദിച്ചാൽ പോരാ, ഞാൻ തരത്തില്ലേ, ഒന്ന് ചോദിച്ചാൽ പോരാടാ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതെനിക്ക് തരേണ്ട ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ ആ പറയണത് നിങ്ങൾ തന്നെയാണ് ജീവിതകാലം മുഴുവൻ പൈറേറ്റ് ചെയ്ത് വന്നത്. സോ പൈറസി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു സ്ഥലത്ത് നിൽക്കട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പോകുന്നില്ല. സോ ഇങ്ങനൊരു ആപ്ലിക്കേഷനകത്ത് ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് പോകുന്നതിൽ എന്താണ് കുഴപ്പം, അല്ലേ? പോകുന്നതിൽ എന്താണ് കുഴപ്പം? നമ്മുടെ നാട്ടിലെ ആളുകളുടെ പേഴ്സണൽ ഇൻഫർമേഷനും ജീവനൊക്കെ ഭീഷണിയായിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. 2 സിനിമ കാണാൻ പറ്റില്ല എന്നുള്ള കുഴപ്പം മാത്രം ഉണ്ടാവുള്ളത് ബാനായി കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക കാരണങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. പിന്നെ ഇതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിഞ്ഞാൽ ക്ഷമിക്കുക. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ കറൻ്റ്ലി എനിക്ക് വീഡിയോയുടെ സൈസ് കൂടുന്നത് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പം ലിമിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. സോ നിങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക കാര്യങ്ങളൊക്കെ. പിന്നെ പൈറസിയെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാമെന്നാണ്. സോ സീ യു ഗൈസ് അഗൈൻ.